കറുത്ത കുരിശിന്റെ അടയാളത്താൽ ജീവിതങ്ങൾ മുദ്രിതമാക്കാം. സഹന സമർപ്പണത്തിന്റെ വിശുദ്ധ വഴിയിലൂടെ ഉദ്ധാന രഹസ്യങ്ങളുടെ ഉൾപ്പൊരുൾ ഗ്രഹിക്കാം. സ്ലീവാപാത, ഇടയനോടൊപ്പം കുരിശിന്റെ വഴി. സ്ലീവാപാത, ഇടയനോടൊപ്പം കുരിശിന്റെ വഴി. യേശുവേ, മുറിവേറ്റു പിടഞ്ഞൊരു ദൈവമേ, കുരിശിന്റെ പാതയിൽ ഞാനുമെന്ന് കുരിശുമായി നിൻ പദം ചേർന്നു. ഈശോയുടെ പീഡാനുഭവത്തെ അനുസ്മരിച്ചുകൊണ്ടുള്ള കുരിശിന്റെ വഴിയിലാണ് നമ്മൾ. മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി ലോകത്തിലേക്ക് വന്ന രക്ഷകനായ ഈശോയുടെ ജീവിത പാതയെയാണ് ഇത് അർത്ഥമാക്കുന്നത്. തന്റെ ശിഷ്യനാൽ ഒറ്റിക്കൊടുക്കപ്പെട്ട ഈശോ ശത്രുക്കളാൽ പിടിക്കപ്പെട്ട് അങ്ങനെ തന്റെ പീഡാനുഭവത്തിന്റെ ആ തിരുമണിക്കൂറുകളിലേക്ക് പ്രവേശിച്ചു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ ഈശോ മനുഷ്യകുലത്തിന്റെ മുഴുവൻ പാപഭാരം ഏറ്റെടുത്ത് അതിന് പരിഹാരമായി തന്റെ ജീവിതം ബലിയായി അർപ്പിക്കുകയാണ്. ഇനിയും നമുക്ക് ഈശോയുടെ ഈ പീഡാനുഭവ രംഗങ്ങളെ ഓരോന്നോരോന്നായി അവിടുന്ന് കുരിശും വഹിച്ചുകൊണ്ട് കാൽവരി മലയിലേക്ക് പോകുന്ന ആ യാത്രയിൽ അവിടുത്തെ അനുധാവനം ചെയ്യാം. ഈശോയുടെ പീഡാനുഭവങ്ങളെ ഓരോന്നായി ധ്യാനിക്കുകയും ചെയ്യാം. മനുജകുലത്തിന് വിമോചനമേകാൻ കാൽവരി നെറുകയിൽ സ്വയം ബലിയായി നൽകിയ യേശുനാഥ, അങ്ങേക്ക് ആരാധന. ചുടുതിണം ഞങ്ങൾക്കായി ചിന്തി ഞങ്ങളുടെ പാപക്കറകൾ കഴുകിയ അങ്ങേക്ക് നന്ദി. യേശുനാഥ, അങ്ങയുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തോട് ചേർന്ന് ഞങ്ങളും അങ്ങേ നിണമണിഞ്ഞ വഴിത്താരയിലൂടെ അങ്ങയെ അനുഗമിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. നരമന തന്നിലായി നാഥൻ മരണവിധി സ്വയമേൽക്കുന്നു. ഒരു തെറ്റും ചെയ്യാതെ പാരിതിൽ ദൈവമായിട്ടും ഈ വിധി കഷ്ടമേ. ഒന്നാം സ്ഥലം ഈശോ മിശിഹായെ പീലാത്തോസ് മരണത്തിന് വിധിക്കുന്നു. ജീവന്റെയും മരണത്തിന്റെയും ഉടയവനായ
ഈശോയെ മരണത്തിന് വിധിക്കുവാൻ പീലാത്തോസ് കൽപ്പന ഇട്ടു. ഈശോ കുറ്റക്കാരനായതുകൊണ്ടല്ല, ഈശോ മരിക്കണം, ഈശോ വധിക്കപ്പെടണമെന്നുള്ള പ്രധാനാചാര്യന്മാരുടെയും നിയമജ്ഞരുടെയും മറ്റ് യഹൂദ പ്രമാണികളുടെയും ആഗ്രഹവും നിർബന്ധവും മൂലം പീലാത്തോസ് അതിനെ വഴങ്ങുകയാണ്. ഇന്നും ഈശോയെപ്പോലെ നിഷ്കളങ്കരായ ആൾക്കാർ കുറ്റം വിധിക്കപ്പെടുന്നുണ്ട്. ഇതുപോലെയുള്ള പാപങ്ങൾക്ക് പരിഹാരമായിട്ടാണ് നിരപരാധിയായ ഈശോ വിധിക്കപ്പെടുവാൻ സ്വയം വിട്ടുകൊടുത്തത്. നമുക്ക് നമ്മുടെ സഹോദരങ്ങളെ സ്നേഹിക്കുവാനും നമ്മുടെ മനസ്സാക്ഷിയനുസരിച്ച് ജീവിക്കുവാനും എന്ത് വില കൊടുത്തും സത്യം സംരക്ഷിക്കുവാനും ഉള്ള തീരുമാനം എടുത്തുകൊണ്ട് കർത്താവിന്റെ ഈ പീഡാനുഭവ യാത്രയിൽ പങ്കുചേരാം. കാൽവരി ക്രൂശിൽ ഞങ്ങൾക്കായി മരിച്ച തമ്പുരാനെ, തെറ്റിദ്ധാരണകളും കൂക്കുവിളികളും വിമർശനങ്ങളും കുറ്റനിധിക്കലും ഏറ്റുവാങ്ങിയപ്പോഴും തളരാതെ പിടിച്ചുനിന്ന നാഥ, ക്ലേശബാധകളിൽ എന്നെയും തളർത്തുന്ന പ്രതികൂല ശക്തികളെ അങ്ങിൽ ആശ്രയിച്ചു നേരിടാൻ എന്നെ ശക്തിപ്പെടുത്തണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ എന്റെ ഹൃദയത്തിലും പതിപ്പിച്ചുറപ്പിക്കണമേ. ജീവിതവീഥിയിൽ രോഗപീഠകൾ നൊമ്പര കുരിശുകൾ തളരാതെ ചുമന്നു നിൻ പാതയിൽ നാഥ, വീഴാതെ കാക്കണേ ഈ ദാസരേ. രണ്ടാം സ്ഥലം ഈശോ കുരിശ് വഹിക്കുന്നു. കുരിശിന്റെ തടിയുടെ ഭാരമല്ല ഇവിടെ പ്രധാനപ്പെട്ടത്. ഭാരമുണ്ടായിരുന്നു, പക്ഷേ ആ ഭാരത്തേക്കാൾ കൂടുതൽ മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ ഭാരമായിരുന്നു. ഈ പാപഭാരം മനുഷ്യ സമൂഹത്തിന്റെ ചുമലിൽ നിന്ന് നീക്കിക്കളയുവാൻ വേണ്ടി ഈശോ ആ ഭാരം ഏറ്റെടുക്കുകയാണ്. ലോകാരംഭം മുതൽ ലോകാവസാനം വരെയുള്ള എല്ലാ മനുഷ്യരുടെയും പാപഭാരമായ കുരിശ് ഈശോ വഹിക്കാൻ തയ്യാറായി. മറ്റുള്ളവരുടെ വേദനകൾ ഏറ്റെടുത്തുകൊണ്ട് അവർക്ക് ആശ്വാസം പകരുന്ന ദൈവത്തിന്റെ കരുണാർദ്രമായ സ്നേഹത്തെയാണ് നമ്മളിവിടെ കാണുക. അങ്ങനെ അപമാനത്തിന്റെയും വേദനയുടെയും പരാജയത്തിന്റെയും മരണത്തിന്റെയും എല്ലാം അടയാളമായിരുന്ന കുരിശിനെ ഈശോ സ്നേഹപൂർവ്വം സ്വയം ഏറ്റെടുക്കുകയും അത് വഹിച്ച് കാൽവരിയിലേക്ക് യാത്രയാവുകയും ചെയ്യുന്നു. ഭാരമുള്ള കുരിശിന്റെ ക്ലേശവും വേദനയും ഏറ്റെടുത്തവനെ, സങ്കടങ്ങളും രോഗങ്ങളും നൊമ്പരപ്പാടുകളും എന്റെ ജീവിതത്തിലും കുരിശുകൾ തീർക്കുന്നു. വിറയ്ക്കുന്ന ചുവടുകളും വിതുമ്പുന്ന ചുണ്ടുകളുമായി കുരിശുമായി മുന്നോട്ടു നീങ്ങിയ യേശുനാഥ, വലുതെന്ന് ഞാൻ കരുതുന്ന എന്റെ കുരിശുകളുമായി തളർന്നു വീഴാതിരിക്കാൻ അങ്ങേ തഴമ്പിച്ച ചുമലിൽ എന്നെയും ചേർക്കണമേ.
കർത്താവേ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ എന്റെ ഹൃദയത്തിലും പതിപ്പിച്ചുറപ്പിക്കണമേ. കുരിശുമായി വീഴുന്നു പൂഴിയിൽ ഭാരമേറും കുരിശു നിന്മേനിയിൽ വേദന കൊണ്ടു പിടഞ്ഞിടും നാഥാ നിന്നെ അടിക്കുന്നു യൂതന്മാർ. മൂന്നാം സ്ഥലം, ഈശോ ഒന്നാം പ്രാവശ്യം വീഴുന്നു. കുരിശിന്റെ പാതയിൽ കുരിശ് വഹിച്ചുള്ള ഈശോയുടെ ആ യാത്രയിൽ പല പ്രാവശ്യം ഈശോ വീണിട്ടുണ്ടാകും. കാരണം വഴി ദുർഘടമായിരുന്നു. ഈശോ ശാരീരികമായും ക്ഷീണിതനായിരുന്നു. വേദനയുടെ നടുവിലാണ് ഈശോ കുരിശും വഹിച്ചുകൊണ്ട് പോകുന്നത്. ഈശോ നമുക്ക് വേണ്ടി വീഴുകയാണ്. നമ്മളെ ഉണർത്താൻ വന്ന ഈശോ, നമ്മളെ എഴുന്നേൽപ്പിക്കുവാൻ വന്ന ഈശോ സ്വയം വീഴുകയാണ്. അങ്ങനെ മനുഷ്യന് വേണ്ടി ഈശോ വീഴുകയാണ്. അതേ മനുഷ്യന് വേണ്ടി അവിടുന്ന് എഴുന്നേൽക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ വീണും എഴുന്നേറ്റും ഈശോ മനുഷ്യകുലത്തിന്റെ പാപങ്ങൾക്ക് പരിഹാരം തേടുകയാണ്. ഈ ഈശോയിൽ നമുക്ക് പൂർണ്ണമായിട്ട് ആശ്രയിക്കാം. അങ്ങനെ ഈശോയിൽ പൂർണ്ണമായി ആശ്രയിച്ച് നമുക്ക് ഈശോയുടെ പിന്നാലെ പോകാം. ലോകപാപം ചുമലിലേന്തിയ നാഥ, കുരിശുമായി പൂഴിമണ്ണിൽ മുഖം കുത്തി വീണ രക്ഷക, അങ്ങേ വീഴ്ത്തിയ എന്റെ പാപഭാരത്തെയോർത്ത് ഞാൻ മാപ്പപേക്ഷിക്കുന്നു. എന്റെ ചിന്തകളുടെയും മനോനിരൂപണങ്ങളുടെയും പാപലോകത്തെ ഏറ്റെടുത്ത് എന്നെ കൈകളിൽ താങ്ങണമേ. കർത്താവേ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ എന്റെ ഹൃദയത്തിലും പതിപ്പിച്ചുറപ്പിക്കണമേ. ദുരിതങ്ങൾ വേദന കരൾ നീറുന്ന ആകുലവേളകൾ വീഴാതെ നിൻ പദം ചേരുവാൻ അമ്മേ താങ്ങണേ പാപികൾ മക്കളെ. നാലാം സ്ഥലം, പരിശുദ്ധ കന്യകാമറിയം ഈശോയെ സന്ദർശിക്കുന്നു. ഈശോയുടെ പീഡാനുഭവ യാത്രയിൽ അതിദാരുണമായ ഒരു രംഗം വിവരിക്കുന്നുണ്ട്. അത് ഈശോ തന്റെ അമ്മയെ കണ്ടുമുട്ടിയ രംഗമാണ്. ദൈവത്തിന്റെ സ്നേഹത്തിന് പൂർണ്ണമായ പ്രതിസ്നേഹം നൽകുവാൻ സാധിച്ച ഏക മനുഷ്യ വ്യക്തി കന്യകാമറിയമാണ്.
മറിയത്തിന്റെ ആ സാന്നിധ്യം തീർച്ചയായിട്ടും ഈശോയ്ക്ക് സാന്ത്വനമായിരുന്നു. നമുക്കും ഈശോയോടൊപ്പമായിരിക്കാം. ഇന്നും ലോകത്തിൽ കാണുന്ന പാപത്തിന്റെ ആഴങ്ങളിൽ ദൈവം വേദനിക്കുന്നുണ്ട്, ഈശോ വേദനിക്കുന്നുണ്ട്. ആ വേദനയിൽ ഈശോയോടൊപ്പമായിരുന്നുകൊണ്ട് എല്ലാവർക്കും വേണ്ടി മാപ്പപേക്ഷിക്കുവാൻ, പരിഹാരം ചെയ്യുവാനും പ്രായശ്ചിത്തം ചെയ്യുവാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ ദൈവത്തിന് പ്രീതികരമായ ജീവിതം നയിക്കുവാൻ മറിയത്തെ പോലെ നമുക്കും പരിശ്രമിക്കാം. യേശുനാഥ, അനുദിന ജീവിത ഭാരങ്ങളുടെ കുരിശുമായി ഞാൻ നീങ്ങുമ്പോൾ അങ്ങേ പരിശുദ്ധ അമ്മയെ എന്റെ ചാരെ അയക്കണമേ. സഹനവേളകളിൽ അമ്മയുടെ ഓർമ്മ തന്നെ എനിക്ക് ബലമാണ്. ആശ്വാസവചനങ്ങളുമായി എന്റെ ചുവടുകൾക്ക് ബലം തന്ന് എന്നെ കൈപിടിച്ചു നടത്താൻ ഈശോനാഥ അമ്മയോടൊത്ത് എന്റെ ജീവിത വീഥിയിലേക്ക് ഇറങ്ങി വരണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ എന്റെ ഹൃദയത്തിലും പതിപ്പിച്ചുറപ്പിക്കണമേ. നാഥാ, നിൻ കുരിശൊന്നു താങ്ങുവാൻ ശിമയോനു നീ ഭാഗ്യം നൽകിയോ. മറുവാക്കു പറയാതെ മോദമായി കുരിശു ചുമന്നവൻ ധന്യനായി. ചുമക്കുന്ന കുരിശുകൾ കരുത്താലൊന്നു താങ്ങുവാൻ കരുത്തും ബലവും നിത്യേകനേ. നല്ല നാരായണനായി ഞാൻ മാറട്ടെ. അഞ്ചാം സ്ഥലം, ശിമയോൻ ഈശോയെ സഹായിക്കുന്നു. ഈശോയുടെ കുരിശും വഹിച്ചുള്ള ഈ യാത്രയിൽ അവിടുന്ന് തളർന്ന് വീണുപോകുമോ, കാൽവരിയിൽ എത്തുവാൻ സാധിക്കാതെ വരുമോ എന്നുള്ള ഭയം അവിടുത്തെ പീഡിപ്പിച്ചവർക്കുണ്ടായിരുന്നു. അതിനാൽ ഈ കുരിശ് വഹിക്കുന്നതിന് ഒരാളുടെ സഹായം അവർ തേടി. അങ്ങനെ ആണ് അവർ ശിമയോനെ കണ്ടെത്തിയത്. അവിചാരിതമായി അവിടെ എത്തിയ ശിമയോൻ ഈശോയുടെ കുരിശ് വഹിക്കുവാൻ നിർബന്ധിതനായിത്തീരുകയാണ്. ആ സമയത്ത് ശിമയോൻ അതൊരു ഭാഗ്യമായിട്ടല്ല കണ്ടത്, മറിച്ച് ഒരു ശാപമായിട്ടായിരുന്നിരിക്കണം. എന്നാൽ ഈശോയുടെ കുരിശ് വഹിച്ച ശിമയോന് അത് വലിയൊരു അനുഗ്രഹമായി മാറി എന്നതിന് യാതൊരു സംശയവുമില്ല. പലപ്പോഴും സ്വാർത്ഥപരമായി മാത്രം നമ്മൾ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ വേദനിക്കുന്നവർ അവഗണിക്കപ്പെടുകയും വിസ്മരിക്കപ്പെടുകയും ചെയ്യുക സ്വാഭാവികമാണ്. എന്നാൽ ഈശോ നമ്മെ ഓർമ്മിപ്പിച്ചതുപോലെ, ഈ എളിയവരിൽ ഒരുവർ നിങ്ങൾ ചെയ്തപ്പോഴൊക്കെ എനിക്ക് തന്നെയാണ് ചെയ്തത്. നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ, മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുമ്പോൾ ഈശോയെ തന്നെ ശുശ്രൂഷിക്കുകയാണ്. ഈശോയുടെ കുരിശിൻ ഒരു ഭാഗം നമുക്ക് ലഭിക്കുകയാണ്. മറ്റുള്ളവരുടെ ഭാരങ്ങളിൽ ഓഹരി സ്വീകരിക്കുവാനുള്ള മനസ്സ് നമുക്ക് ഉണ്ടാകണം. അതിന് കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. കുരിശേന്തി തളർന്ന ദിവ്യനാഥ, അങ്ങയെ സഹായിച്ച ശിമയോനെ പോലെ നൊമ്പര ഭാരത്താൽ വലയുന്നവരെ കൈനീട്ടി സഹായിക്കാനുള്ള നല്ല മനസ്സ് എനിക്കും നൽകണമേ. സഹോദരങ്ങൾക്കായി ഒരു പാത്രം വെള്ളമെങ്കിലും പങ്കുവെക്കുന്നവന് വലിയ പ്രതിഫലം തരുമെന്ന അങ്ങേ വാഗ്ദാനം ശിമയോനിൽ അങ്ങ് നിറവേറ്റിയല്ലോ. നാഥ, അപരനിൽ അങ്ങയെ കണ്ട്
സഹായഹസ്തം നീട്ടാൻ എന്നെ ബലപ്പെടുത്തണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ എന്റെ ഹൃദയത്തിലും പതിപ്പിച്ചുറപ്പിക്കണമേ. വിയർപ്പും ജലവുമായി കണ്ണു കാണാതെ ആകുലെ തമ്പുരാൻ, കൈതൂവാല കൊണ്ടു നിൻമുഖം തുടച്ചിടുന്നു ധന്യ വെറോനിക്ക. കാണുന്നു ഞാനുമെൻ പാതയിൽ മുറിവേറ്റു പിടയുമെൻ സോദരേ, ആശ്വാസതൈലം പുരട്ടുവാൻ കരുണാർദ്ര സ്നേഹം നീകണേ. ആറാം സ്ഥലം വെറോനിക്ക മിശിഹായുടെ തിരുമുഖം തുടയ്ക്കുന്നു. ദൈവത്തിന്റെ രക്ഷാകര പദ്ധതിയിൽ സ്ത്രീകൾക്ക് ലഭിച്ച ആ വലിയ പങ്ക് ഇവിടെ അവിടുത്തെ പീഡാനുഭവ രംഗത്ത് നമ്മൾ കാണുകയാണ്. വെറോനിക്ക ഈശോയുടെ വേദനയിൽ അനുതപിക്കുന്ന ഒരു സ്ത്രീയാണ്. അവൾ ധൈര്യപൂർവ്വം ഈശോയെ സമീപിക്കുന്നു. ഒരു തൂവാല കൊണ്ട് ഈശോയുടെ മുഖം തുടയ്ക്കുന്നു. അപ്പോൾ അവിടെ വലിയൊരു അത്ഭുതം സംഭവിച്ചതായിട്ട് പറയുന്നു. ഈശോയുടെ മുഖം ആ തൂവാലയിൽ പതിഞ്ഞു. ഈശോയോടുള്ള സ്നേഹമാണ് വെറോനിക്കയെ അങ്ങോട്ട് ആനയിച്ചത്. ഈശോയെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവർ ദൈവത്താൽ അനുഗ്രഹീതരാകുന്നു. ദൈവത്തിന്റെ ഛായ നമുക്ക് സ്വന്തമാകുന്നു. നല്ല പ്രവൃത്തികൾ ചെയ്യുമ്പോൾ, സ്നേഹത്തിന്റെ പ്രവൃത്തികൾ ചെയ്യുമ്പോൾ, കരുണയുടെ പ്രവൃത്തികൾ ചെയ്യുമ്പോൾ നമ്മളിൽ ദൈവഛായ പ്രകാശിതമാവുകയാണ്. പ്രത്യേകിച്ച് ഈ കരുണയുടെ വിശുദ്ധ മത്സരത്തിൽ കരുണയുടെ പ്രവൃത്തികൾ ചെയ്തുകൊണ്ട് ദൈവത്തിന്റെ മുഖം നമ്മളിൽ പ്രകാശിക്കുവാൻ നമുക്ക് അവസരമൊരുക്കാം. അങ്ങനെ നമ്മളിലൂടെ ഈ ലോകം ദൈവത്തിന്റെ മുഖം ദർശിക്കട്ടെ. അപമാനവും നിന്ദനവും വകവയ്ക്കാതെ അങ്ങയെ ആശ്വസിപ്പിക്കാൻ ധൈര്യം കാട്ടിയ വെറോനിക്കായെ അങ്ങ് അനുഗ്രഹിച്ചുവല്ലോ. തമ്പുരാനെ, എന്റെ ചുറ്റും എത്രയെത്ര മക്കൾ കണ്ണീർ കയത്തിൽ മുങ്ങിത്താഴുന്നു. ആശ്വാസത്തിന്റെ കൈത്തുവാലയുമായി സഹചരെ തേടിയിറങ്ങാൻ എന്നെയും ബലമുള്ളവനാക്കണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ എന്റെ ഹൃദയത്തിലും പതിപ്പിച്ചുറപ്പിക്കണമേ. വീഴുന്നു രക്ഷകൻ വീണ്ടുമേ, കൂർപ്പൊരാ കല്ലിൽ കാൽ തട്ടവേ, ചോര വറ്റി വിറയ്ക്കുന്നു ഭൂമേനി, നാഥൻ പിടയ്ക്കുന്നു പൂഴിയിൽ. ഏഴാം സ്ഥലം ഈശോ രണ്ടാം പ്രാവശ്യവും വീഴുന്നു. വീണ്ടുമുള്ള ഈ വീഴ്ച
മനുഷ്യന്റെ പാപഭാരത്തിന്റെ ആധിക്യത്തെ സൂചിപ്പിക്കുകയാണ്. ഈ ലോകത്തിൽ എന്നും വർദ്ധിച്ചു വരുന്ന തിന്മയെ അത് സൂചിപ്പിക്കുകയാണ്. ലോകത്തിൽ മനുഷ്യൻ തിന്മയിൽ നിലനിൽക്കുകയും തിന്മയിൽ ജീവിക്കുകയും ചെയ്യുന്ന സാഹചര്യം നമ്മൾ കാണുന്നു. തിന്മ ദൈവത്തെ വേദനിപ്പിക്കുന്നു. തിന്മ സ്നേഹത്തിന്റെ നിഷേധമാണ്. അത് ഈശോയെ തളർത്തുന്നു. അതുകൊണ്ട് ഈശോയുടെ ഈ വീഴ്ചയിൽ എനിക്കും ഒരു പങ്കാളിത്തമില്ലേ? നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഈശോയെ തളർത്തുന്ന സ്നേഹത്തിന്റെ അഭാവം നിലനിൽക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാം. അതുകൊണ്ട് നമ്മുടെ പാപങ്ങൾക്ക് നമുക്ക് പരിഹാരം തേടാം, മാപ്പപേക്ഷിക്കാം. എന്റെ സ്നേഹത്തിന്റെ അഭാവത്തെ എന്നോട് ക്ഷമിക്കണമേ എന്ന് ആത്മാർത്ഥമായി അനുതാപത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈശോയ്ക്ക് ശക്തി പകരാം, ഈശോയെ ആശ്വസിപ്പിക്കാം. കുരിശുമായി കരിമ്പാറയെ കാൽത്തട്ടി വീണ യേശുനാഥ, അങ്ങയെ വീഴിച്ച പാപങ്ങളോർത്ത് ഞാൻ പശ്ചാത്തപിക്കുന്നു. നാവിന്റെ ദുരുപയോഗത്താൽ ഞാൻ മുറിവേൽപ്പിച്ച സഹോദരങ്ങൾക്കായി ഇതാ കരഞ്ഞു പ്രാർത്ഥിക്കുന്നു. എന്റെ പാഴ്വാക്കുകൾ, ശാപവാക്കുകൾ, ദ്വയാർത്ഥ പ്രയോഗങ്ങൾ ഇവ മൂലം മുറിവേറ്റ സകലരെയും ദൈവമേ കൃപകളാൽ നിറയ്ക്കണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ എന്റെ ഹൃദയത്തിലും പതിപ്പിച്ചുറപ്പിക്കണമേ. നാട്ടിലെ അമ്മമാ ക്രൂശുമായി നാഥനെ കാണവേ ആർത്തു കരഞ്ഞവർ കഷ്ടമേ നാഥൻ അവർക്കും സമാശ്വാസമേകുന്നു. അനുദിന ജീവിത ക്ലേശങ്ങൾ ഏറെ വലുതെന്നു ഞാൻ നനച്ചിടുമ്പോൾ കരയുമെൻ സോദര നേത്രങ്ങൾ തുടച്ചാശ്വാസമേകാൻ തുണയ്ക്കണേ. എട്ടാം സ്ഥലം ഈശോ ഓർസ്ലേമിലെ സ്ത്രീകളെ ആശ്വസിപ്പിക്കുന്നു. ഈശോ കുരിശും വഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഏതാനും ഭക്തസ്ത്രീകൾ ഈശോയെ കാണുവാനും ഈശോയുടെ വേദനയിൽ അവിടുത്തോട് സഹതപിക്കുവാനും അവിടുത്തെ സമീപിച്ചു. അവരുടെ വിലാപം കേട്ട് ഈശോ അവരോട് പറഞ്ഞു, ഓസ്ലേം പുത്രിമാരെ, നിങ്ങൾ എന്നെ ഓർത്ത് കരയണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ഓർത്ത് വിലപിക്കുവിൻ. അത് ഈശോ വലിയൊരു സത്യം വെളിപ്പെടുത്തുകയായിരുന്നു. ഈശോയുടെ വേദനയെക്കുറിച്ച്, സഹനത്തെക്കുറിച്ച് ആരും വ്യാകുലനാകേണ്ടതില്ല. മറിച്ച് ഇനിയും വിശ്വാസത്തിന്റെ പേരിൽ, മിശിഹായുടെ പേരിൽ ഏറെ സഹിക്കേണ്ടി വരും. അതുകൊണ്ട് നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും കുറിച്ച് നിങ്ങൾ വിലപിക്കുവിൻ. നിങ്ങളുടെ മക്കൾ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാൻ നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ എന്നുള്ള ആഹ്വാനമായിരുന്നു അത്. നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ വിശ്വാസം അഭംഗുരം നമ്മൾ സംരക്ഷിക്കേണ്ടതായിട്ടുണ്ട്. ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും നമ്മുടെ വിശ്വാസം വലിയ നിക്ഷേപമായി കണ്ടുകൊണ്ട്, ഏറ്റവും വലിയ സമ്പത്തായി കണ്ടുകൊണ്ട് അത് അഭംഗുരം നമ്മൾ സംരക്ഷിക്കേണ്ടതായിട്ടുണ്ട്. അതിനായി നേരിടേണ്ടി വരുന്ന എല്ലാ ത്യാഗങ്ങളും, ക്ലേശങ്ങളും, പീഡനങ്ങളും എല്ലാം ഏറ്റെടുക്കുവാൻ തയ്യാറാകാം. അതിന് ഈശോ നമ്മളെ തീർച്ചയായും ശക്തിപ്പെടുത്തും.
ഈശോയിൽ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് ഈശോയുടെ കുരിശിന്റെ പിന്നാലെ മുന്നോട്ട് പോകാം. ഓശാന വീഴ്ചകൾ കൂക്കുവിളികൾക്ക് വഴിമാറിയപ്പോൾ മാറത്തടിച്ചു കരഞ്ഞ അമ്മമാരെ അങ്ങ് ആശ്വസിപ്പിച്ചുവല്ലോ. മറ്റുള്ളവരുടെ ക്ലേശപാതകളേക്കാൾ എന്റെ വേദന വലുതെന്ന് കരുതാതെ ആശ്വാസവചസ്സുകളുമായി മറ്റുള്ളവരിലേക്കിറങ്ങാൻ എനിക്ക് കരുത്താകണേ. ലോകം മുഴുവൻ പരിഹസിച്ചപ്പോഴും മാറി നിന്ന് ആശ്വസിപ്പിക്കാൻ ധൈര്യം കാട്ടിയ അമ്മമാരെ പോലെ വേദനിക്കുന്ന സഹചര്യം അങ്ങയെ കാണാൻ, അവരുടെ കണ്ണീരൊപ്പാൻ ഞങ്ങളെയും ശക്തരാക്കണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ എന്റെ ഹൃദയത്തിലും പതിപ്പിച്ചുറപ്പിക്കണമേ. ഓരയും ശക്തിയും തീർന്നഹോ, കരിമ്പാറയിൽ വീഴുന്നു രക്ഷകൻ. ക്രൂരനാ പടയാളി നാഥനെ ചാട്ടവാറിനടിക്കുന്നു കഷ്ടമേ. ഒമ്പതാം സ്ഥലം, ഈശോ 3-ാം പ്രാവശ്യം വീഴുന്നു. 3 പ്രാവശ്യം വീഴുക എന്ന് പറയുമ്പോൾ അതിന് പ്രത്യേകമായ ഒരു അർത്ഥമുണ്ട്. വീഴ്ചയുടെ ഏതാണ്ട് പൂർണ്ണതയെ അത് സൂചിപ്പിക്കുകയാണ്. അങ്ങനെ മനുഷ്യന് വേണ്ടി അവിടുന്ന് പൂർണ്ണമായി വീഴുകയാണ്, ഇല്ലായ്മ ചെയ്യപ്പെടുകയാണ്, ശൂന്യവൽക്കരിക്കപ്പെടുകയാണ്. തന്റെ നിസ്സഹായത അതിന്റെ പൂർണ്ണതയിൽ അവിടുന്ന് വെളിപ്പെടുത്തുകയാണ്. ഈശോയുടെ ദൈവികമായ ശക്തിയെല്ലാം അവിടുന്ന് മറച്ചു വെച്ചുകൊണ്ട് കേവലം മനുഷ്യനായി, നിസ്സാരനായ, ബലഹീനനായ മനുഷ്യനായി അവിടുന്ന് സ്വയം താഴുകയാണ്. ഇത് ഈശോയുടെ ആ ബലി സമർപ്പണത്തെയാണ് സൂചിപ്പിക്കുക. പൂർണ്ണമായ സമർപ്പണം, പൂർണ്ണമായ നിഷ്കളങ്കതയുടെ, വിശ്വസ്തതയുടെ ജീവിതമാണ് ക്രിസ്തീയ ജീവിതം. ആ രീതിയിൽ ഈശോയെപ്പോലെ നമുക്കും ദൈവത്തിനും നമ്മുടെ സഹോദരങ്ങൾക്കും വേണ്ടി ആത്മാർത്ഥതയോടെ ജീവിക്കുവാൻ, സത്യസന്ധതയോടെ ജീവിക്കുവാൻ പരിശ്രമിക്കാം. ആ മാതൃകയാണ് ഈശോ തന്റെ വീഴ്ചയിലും ഇവിടെ നമുക്ക് കാണിച്ചു തരുന്നത്. നമുക്ക് ഈശോയുടെ ഈ ചൈതന്യം ഉൾക്കൊള്ളുവാൻ ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാം. കഠോര വേദനയിൽ കുരിശിനടിയിൽ ഞെരിഞ്ഞമർന്നപ്പോൾ ആർത്തുകരഞ്ഞ പൊന്നേശുനാഥ, ഇന്നോളമുള്ള എന്റെ ജീവിതത്തിൽ എന്റെ പെരുമാറ്റം മൂലം മുറിവേറ്റ ഒരുപാട് മക്കളുണ്ട്. തഴുക്കദോഷങ്ങളാൽ പാപപങ്കിലമാക്കിയ എന്റെ ശരീരത്തെയും എന്റെ ചെയ്തികളുടെ നൊമ്പരം പേർന്ന അനേകായിരങ്ങളെയും തിരുസന്നിധിയെ ചേർത്തുവെക്കുന്നു. 3-ാം വട്ടവും വീണ അങ്ങേ പുണ്യയോഗ്യതയാൽ നാഥ എന്നെ ബലമുള്ളവനാക്കണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ എന്റെ ഹൃദയത്തിലും പതിപ്പിച്ചുറപ്പിക്കണമേ.
വകയില്ലാത്ത ചേഷ്ടകൾ വസ്ത്രധാരണം തീർക്കും പ്രലോഭനം പാപച്ചെളിക്കുണ്ടിൽ ദൈവമേ ഇനി തള്ളിക്കളയില്ലെന്നേ നീയേ. പത്താം സ്ഥലം ഈശോയുടെ വസ്ത്രങ്ങൾ വിരിഞ്ഞെടുക്കുന്നു. മുറിവുകൾ നിറഞ്ഞ ശരീരത്തോട് ഒട്ടിപ്പിടിച്ചിരിക്കുന്ന വസ്ത്രം ഊരിമാറ്റുമ്പോൾ തീർച്ചയായിട്ടും ശാരീരികമായ വേദന അനുഭവപ്പെടും. എന്നാൽ ഇവിടെ ഈശോയുടെ വസ്ത്രം ഉരിഞ്ഞു മാറ്റിയപ്പോൾ ഉണ്ടായ വേദന കേവലം ശാരീരികമല്ല, എന്നാൽ അതിനേക്കാൾ വലിയ വേദന ആന്തരികമായ വേദനയായിരുന്നു. മനുഷ്യന് ദൈവം ഒരു വസ്ത്രം നൽകിയിട്ടുണ്ട്. അത് വിശുദ്ധിയുടെ വസ്ത്രമാണ്, പ്രസാദപരത്തിന്റെ വസ്ത്രമാണ്. പർദീസായി നൽകപ്പെട്ട ആ വസ്ത്രം അവർ കളങ്കപ്പെടുത്തിയെന്ന് നമുക്കറിയാം. അങ്ങനെ കളങ്കപ്പെട്ട വസ്ത്രത്തിന്റെ കളങ്കം മാറ്റുവാൻ വേണ്ടിയാണ് ഈശോ ലോകത്തിലേക്ക് വന്നത്. പാപം ചെയ്ത് മലിനപ്പെടുത്തിയ ആന്തരിക വസ്ത്രത്തെ ഉരിഞ്ഞ് മാറ്റി പുതിയൊരു മനുഷ്യനെ ധരിക്കണം എന്നതാണ്. നമുക്ക് കൂദാശകളിലൂടെ, പ്രത്യേകിച്ച് മാമോദീസായിലൂടെ ലഭിച്ച വിശുദ്ധിയുടെ വസ്ത്രം, ആ വസ്ത്രം വിശുദ്ധിയിൽ സൂക്ഷിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? നമുക്ക് നമ്മുടെ ഈ ജീവിതം പാപരഹിതമായി സംരക്ഷിക്കുവാൻ ശ്രമിക്കാം. നമ്മുടെ ശരീരത്തെ നമുക്ക് ശുദ്ധിയിൽ സംരക്ഷിക്കാം. നമ്മുടെ വാക്കുകൾ നമുക്ക് പരിശുദ്ധമായി മാത്രം വിനിയോഗിക്കാം. അങ്ങനെ നമ്മുടെ വാക്കുകളെയും ചിന്തകളെയും പ്രവൃത്തികളെയും വിശുദ്ധീകരിച്ചുകൊണ്ട് വിശുദ്ധിയുടെ വസ്ത്രം എന്നും ധരിക്കുവാൻ പരിശ്രമിക്കാം. അതിന് ഈശോ നമ്മളെ സഹായിക്കട്ടെ. മുറിവുകളിൽ ഒട്ടിപ്പിടിച്ചിരുന്ന തിരുവസ്ത്രങ്ങൾ വലിച്ചു പറിച്ചെടുത്തപ്പോൾ വാവിട്ടുകരഞ്ഞ ഈശോനാഥ, മാന്യതയ്ക്ക് നിരക്കാത്ത വസ്ത്രധാരണത്താലും ചേഷ്ടകളാലും എത്രയെത്ര പേരെ ഞാൻ പാപത്തിലേക്ക് തള്ളിവിട്ടിരിക്കുന്നു. നല്ല യേശുവേ, മറ്റുള്ളവർക്ക് പ്രദർശിപ്പിച്ച എന്റെ ശരീരത്തെയും പാപപങ്കിലമാക്കിയ എന്റെ മനസ്സിനെയും തിരുമുൻപിൽ ചേർത്ത് വയ്ക്കുന്നു. എന്റെ ഈശോയെ, പാപിയായ എന്നിൽ കനിയണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ എന്റെ ഹൃദയത്തിലും പതിപ്പിച്ചുറപ്പിക്കണമേ. ആണിപ്പഴുതിൽ കൈകാലുകൾ വലിച്ചാണിയടിക്കുന്നു പടയാളികൾ, ആർത്തു കരയുന്നു തമ്പുരാൻ, കരൾ തകരുന്ന നൊമ്പരക്കടലിലായി. ഉപേക്ഷയാൽ ചെയ്യുമെൻ പാപത്താൽ സഹചരെ തള്ളുന്നു തിരുവതിൽ. ഇനി എന്റെ കണ്ണുകൾ കാതുകൾ തുറന്നും സഹായമായി മാറിടാം. പതിനൊന്നാം സ്ഥലം ഈശോ കുരിശിൽ തറയ്ക്കപ്പെടുന്നു. കുരിശുമരണം ഏറ്റവും വേദനാജനകമായ മരണമാണ് എന്ന് സൂചിപ്പിക്കുകയുണ്ടായി. ഇതാ ഇവിടെ ഒരു മരത്തോട് ചേർത്ത് മനുഷ്യ രക്ഷകൻ ആണികളാൽ ബന്ധിക്കപ്പെടുകയാണ്. അവിടുത്തെ കൈകാലുകളുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുകയാണ്. ഈ ലോകത്തെ മുഴുവൻ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന
ദൈവത്തിന്റെ പുത്രന്റെ കരങ്ങളും കാലുകളും ഇവിടെ മനുഷ്യൻ ബന്ധിച്ച് ചലനരഹിതമാക്കുകയാണ്. നമ്മുടെ കരങ്ങളും കാലുകളും ഒക്കെ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത് നന്മ പ്രവർത്തിക്കാൻ വേണ്ടിയാണ്. പലപ്പോഴും നന്മയ്ക്ക് പകരം തിന്മ നമ്മുടെ അവയവങ്ങൾ വഴി നമ്മൾ പ്രവർത്തിക്കുന്നതായിട്ട് കാണുന്നു. നമ്മൾ ചെയ്യുന്ന തിന്മയുടെ പ്രവൃത്തികൾക്ക് പരിഹാരമായിട്ടാണ് ഈശോ തന്റെ കരങ്ങളും കാലുകളും ഇപ്രകാരം ബന്ധിക്കപ്പെടുവാൻ വിട്ടുകൊടുത്തത്. അതെ, അവിടെയും വലിയൊരു സമർപ്പണം നമ്മൾ കാണുകയാണ്. സ്നേഹത്തിന്റെ സമർപ്പണം. ദൈവത്തിന്റെ ഈ അനന്തമായ ശൂന്യവൽക്കരണം നമ്മുടെ ജീവിതത്തിന് മാർഗദർശനമാകണം. നമ്മുടെ കൈകളും കാലുകളും വഴി ചെയ്തു പോയിട്ടുള്ള തിന്മകളെ ഈ അവസരത്തിൽ ഓർക്കുവാനും അതേക്കുറിച്ച് അനുതപിക്കുവാനും അതിനെ പരിഹാരം ചെയ്യുവാനും നമുക്ക് തീരുമാനമെടുക്കാം. നമ്മളുടെ ശരീരം കൊണ്ട് ഒരിക്കലും മറ്റുള്ളവരെ ഉപദ്രവിക്കുകയില്ല എന്ന് പ്രതിജ്ഞയെടുക്കുവാൻ നമുക്ക് ഈ അവസരം വിനിയോഗിക്കാം. കൈകാലുകളിൽ ആണിയടിച്ചിറക്കിയപ്പോൾ കഠിനമായ വേദന അനുഭവിച്ച എന്റെ ഈശോയെ, നിന്നെ മുറിപ്പെടുത്തിയ എന്റെ പാപങ്ങളെ ഓർത്ത് ഞാൻ പശ്ചാത്തപിക്കുന്നു. ആവർത്തിച്ചു ചെയ്യുന്ന ഓരോ പാപവും നിന്റെ വേദനയെ വർദ്ധിപ്പിക്കുന്നു എന്ന തിരിച്ചറിവോടെ പാപത്തോട് വിട പറയാനും കുരിശിന്റെ വീഥിയിൽ നിന്നെ അനുഗമിക്കുവാനും എന്നെ ശക്തിപ്പെടുത്തണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ എന്റെ ഹൃദയത്തിലും പതിപ്പിച്ചുറപ്പിക്കണമേ. മരിക്കുന്നു ക്രൂശിൽ ചോരവാർന്നു പിടഞ്ഞൊര കാൽവരി ഭൂകമ്പമാർന്നി പേമാരി പ്രകൃതി കരയുന്നു ഭീകരം. കാൽവരിനാഥാ നീ ചേർക്കണേ, പാപമേറെ ചെയ്യുന്നോരി പാപിയേ. കുരിശിന്റെ സവിധേയൻ ദൈവമേ, പാപദേശമെന്നെ ഞാൻ ജീവിക്കാൻ. 12ാം സ്ഥലം ഈശോ കുരിശിൽ മരിക്കുന്നു. കുരിശിൽ തൂങ്ങിക്കിടക്കുന്ന ഈശോ നിസ്സഹായനായി, കരചരണങ്ങൾ ചലിപ്പിക്കുവാൻ നിവൃത്തിയില്ലാത്തവനായി, വേദനയുടെ ഏറ്റവും പരമോന്നതമായ ആ സഹനത്തിൽ അവിടുന്ന് കഴിയുകയാണ്. പക്ഷേ അവിടത്തേക്ക് യാതൊരു പരാതിയുമില്ല. തന്നെ നോക്കി പരിഹസിക്കുന്നവരെ കുറിച്ച് അവിടുന്ന് സഹതപിക്കുകയാണ്. തന്നെ കുരിശിലേറ്റിയവരെ, തന്നെ പരിഹസിക്കുന്നവരെ ഒക്കെ ഈശോ ക്ഷമയോടെ കരുണയോടെ വീക്ഷിക്കുന്നു. അവരോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതാണ് ദൈവത്തിന്റെ കരുണയുടെ മുഖം. അതാണ് പുത്രനായ ഈശോയിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമ്മൾ ക്രൈസ്തവരാകണമെങ്കിൽ ശത്രുക്കളെ സ്നേഹിക്കാൻ പഠിക്കണം. പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പഠിക്കണം. നമ്മോട് തെറ്റ് ചെയ്യുന്നവരോട് ക്ഷമിക്കാൻ നമ്മൾ പഠിക്കണം. അങ്ങനെ നന്മ കൊണ്ട് തിന്മയെ കീഴടക്കുന്നവനാണ് ക്രിസ്ത്യാനി. ക്രിസ്ത്യാനിയുടെ ആയുധം നന്മയാണ്, സ്നേഹമാണ്, ക്ഷമയാണ്, കരുണയാണ്. ഈ രീതിയിൽ യഥാർത്ഥ ക്രൈസ്തവനായി തീരുവാനുള്ള വലിയൊരു ആഹ്വാനമാണ് ഈശോയുടെ ഈ കുരിശുമരണം. ആ കുരിശൻ ചുവട്ടിൽ നമ്മൾ നിൽക്കുമ്പോൾ നമുക്കും പ്രാർത്ഥിക്കാം, ഈശോയെ, നിന്റെ ഈ ചൈതന്യം,
ക്ഷമയുടെ, സ്നേഹത്തിന്റെ ഈ ഒരു ചൈതന്യം ഞങ്ങൾക്കും നൽകണമേ എന്ന്. കാൽവരി നെറുകയിൽ എനിക്കായി മരിച്ചവനെ, ലോകപാപം ചുമലിലേന്തി ഒരു പരിഹാര ബലിയായി അങ്ങ് ഹോമിക്കപ്പെട്ടുവല്ലോ. യേശുവേ, അങ്ങേ തിരുമുറിവുകളിൽ നിന്നൊഴുകിയിറങ്ങിയ തിരുരക്തത്തിന്റെ യോഗ്യതയാൽ എന്റെ നിരവധിയായ പാപങ്ങൾ പൊറുക്കണമേ. കഠോര പാപങ്ങളാൽ ഇനിയും അങ്ങേ വേദനിപ്പിക്കില്ല എന്ന് ഹൃദയത്തിലേറ്റു പറയുവാൻ എന്നെ ശക്തിപ്പെടുത്തണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ എന്റെ ഹൃദയത്തിലും പതിപ്പിച്ചുറപ്പിക്കണമേ. മടിയിൽ കിടത്തുന്നു അമ്മതൻ ഓമൽ സുതനുടെ പൂമേനി ആർദ്രമായി, മിഴികൾ അടച്ചു പൂങ്കവിളിൽ അന്ത്യചുംബനമേകിത്തലോടുന്നു. സ്ഥലം ഈശോയുടെ മൃതദേഹം കുരിശിൽ നിന്നിറക്കി മാതാവിന്റെ മടിയിൽ കിടത്തുന്നു. ഈശോയുടെ മൃതദേഹം കുരിശിൽ നിന്നിറക്കി മറിയത്തിന്റെ മടിയിൽ കിടത്തിയതായിട്ട് ഇവിടെ സൂചിപ്പിക്കുന്നു. തീർച്ചയായിട്ടും അതിദാരുണമായ ഒരു അനുഭവമാണത്. മറിയത്തിന്റെ ആ പ്രിയപുത്രൻ ചലനമറ്റ് തന്റെ മടിയിൽ കിടക്കുന്നു. ആ വേദനയും മറിയം ഏറ്റെടുക്കുകയാണ്. മറിയം തളർന്നില്ല. ഈ വേദന മനുഷ്യവർഗത്തിന്റെ പാപത്തിന് പരിഹാരമാണ് എന്ന് അറിയാമായിരുന്ന മറിയം ആത്മാവിൽ അതിൽ സന്തോഷിക്കുകയാണ്. മറിയം നമ്മുടെയും അമ്മയാണ്. ഈശോയുടെ ശരീരം മറിയത്തിന്റെ മടിയിൽ കിടക്കുന്നത് പോലെ നമുക്കും അമ്മയായി ലഭിച്ച മറിയത്തിന്റെ മടിയിലേക്ക് നമ്മളെ തന്നെ വിട്ടുകൊടുക്കാം. നമ്മളെയും മറിയം സ്വന്തം മകനെപ്പോലെ മകളെപ്പോലെ സ്വീകരിക്കുന്നു, നമ്മളെ സ്നേഹിക്കുന്നു. അതെ, നമ്മെ നമ്മുടെ വേദനകളിൽ, നമ്മുടെ ഇല്ലായ്മകളിൽ നമ്മളെ സ്നേഹിച്ച് മടിയിൽ ഇരുത്തി ആശ്വസിപ്പിക്കുന്ന വത്സലയായ മാതാവാണ്, വത്സലയായ അമ്മയാണ് പരിശുദ്ധ കന്യകാമറിയം. നമുക്ക് ആ മറിയത്തോടൊപ്പമായിരിക്കാൻ ശ്രമിക്കാം. തിരുസുതന്റെ പൂമേനി മടിയിൽ കിടത്തി അവിടുത്തെ സ്വർഗയാത്രയ്ക്ക് ഒരുക്കിയ പരിശുദ്ധയമ്മേ, മനുഷ്യന് വർണ്ണിക്കാനാവാത്ത നൊമ്പരം ഹൃദയത്തിൽ ഏറ്റുവാങ്ങിയപ്പോഴും സമചിത്തതയോടെ അവയെ സ്വീകരിച്ച മാതാവി, എന്റെ അനുദിന ജീവിതവേളകളിൽ ഞാൻ തളർന്നു വീഴാതിരിക്കാൻ അമ്മേ എന്നെ കൈകളിൽ താങ്ങണമേ. എന്റെ ഹൃദയവ്യഥകളുടെ വേളകളിൽ യേശുവേ നാഥ, അങ്ങ് അമ്മയുമായി എന്നോടൊത്ത് ഉണ്ടാകണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ എന്റെ ഹൃദയത്തിലും പതിപ്പിച്ചുറപ്പിക്കണമേ.
തീരില്ലീധരേ സ്വർഗരാജ്യം എനിക്കു നീ നൽകണേ. ക്ലേശത്തിൻ നൊമ്പരവീതിയിൽ നിൻ പദം ചേരാൻ തുണയ്ക്കണേ. 14 സ്ഥലം ഈശോ സംസ്കരിക്കപ്പെടുന്നു. ഇവിടെ ഈശോയുടെ മൃതശരീരം സംസ്കരിക്കപ്പെടുന്നു. എന്നാൽ ഈശോ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്, 3-ാം ദിവസം ഞാൻ ഉയർത്തെഴുന്നേൽക്കും. ഈശോയോടുകൂടെ സംസ്കരിക്കപ്പെടുന്നവരും ഉയർപ്പിക്കപ്പെടും. ലോകാവസാനത്തിൽ നമ്മളെല്ലാവരും ഉയർപ്പിക്കപ്പെടേണ്ടവരാണ്. എല്ലാ മരിച്ചവരും ഉയർപ്പിക്കപ്പെടേണ്ടവരാണ്. ഈശോയിൽ മരിക്കുന്നവർ മരിച്ചാലും ജീവിക്കും എന്നുള്ള അവിടുത്തെ വചനം നമുക്ക് ഓർക്കാം. ഈശോയുടെ ഈ പാത, ഈ സ്ലീവാ പാത ജീവനിലേക്കുള്ള പാതയായിരുന്നു. അത് മരണത്തിലേക്കായിരുന്നില്ല, മരണത്തിലൂടെ ജീവനിലേക്കുള്ള പാതയായിരുന്നു. ഈശോയുടെ ആത്മബലി പിതാവായ ദൈവത്തിന് ഏറ്റവും പ്രീതികരമായി എന്നതിന്റെ സാക്ഷ്യമാണ് ഈശോയുടെ ഉയർത്തെഴുന്നേൽപ്പ്. അതുകൊണ്ട് നമ്മൾ പ്രത്യാശയുടെ മക്കളാണ്, ജീവന്റെ മക്കളാണ്. നമുക്ക് ഈ പ്രത്യാശയും നിത്യജീവന്റെ സന്ദേശവും ലോകത്തിന് പകരാൻ ശ്രമിക്കാം. പാപത്തിന് മരിച്ച് ദൈവത്തിന് ജീവിക്കുന്നവരായി എന്നും നിലകൊള്ളുവാൻ നമുക്ക് സാധിക്കട്ടെ. ഈ ശ്രീവാപാത, കർത്താവിന്റെ ഈ ജീവിതപാത നമുക്കെന്നും ശക്തിയും ബലവും ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കാൽവരിയിൽ സ്വന്തമല്ലാത്ത കല്ലറയിൽ അടക്കപ്പെട്ട യേശുനാഥ, ശൂന്യവൽക്കരണത്തിന്റെ ജീവിതമാണ് ക്രിസ്ത്യാനിയുടേതെന്ന് പഠിപ്പിച്ച അങ്ങയെപ്പോലെ ഈ ലോക വ്യഗ്രതകൾക്കപ്പുറം സ്വർഗം ലക്ഷ്യമാക്കി ജീവിക്കാൻ എനിക്ക് കൃപയേകണമേ. എന്നെയും അങ്ങേ ശൂന്യമായ കല്ലറയുടെ പുണ്യപൂർണതയിലേക്ക് കൈപിടിച്ചുയർത്തണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ എന്റെ ഹൃദയത്തിലും പതിപ്പിച്ചുറപ്പിക്കണമേ. ഓർക്കണേ നാഥായി യാത്രയെ, സ്വർഗദർശന ഭാഗ്യം നീയേകണേ. അന്ത്യവിധി നാളിൽ വാനതിൽ എന്നെയും നിൻ വലം ചേർക്കണേ. നാഥനാം ദൈവമേ വന്ദനം, പുത്രനാം യേശുവേ വന്ദനം, പാവനാത്മാവേ സുവന്ദനം, ത്രിത്വൈക ദൈവമേ തുണയ്ക്കണേ. കാൽവരി കുരിശിൽ ഞങ്ങൾക്കായി മരിച്ച തമ്പുരാനെ, അങ്ങേ ചുടുനിണത്തിന്റെ സംരക്ഷണം ഞങ്ങൾക്ക് നൽകണമേ. ഈ കുരിശിന്റെ വഴിയിൽ സഹകാരികളായ എല്ലാവരെയും വരദാന സമൃദ്ധിയാൽ പരിപാലിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കുരിശുകളും സഹനങ്ങളും നൊമ്പരങ്ങളും പ്രതിസന്ധികളും കടന്നു വരുമ്പോൾ അങ്ങിൽ അഭയം ഗമിക്കുവാനും ക്ലേശബാധകളെ കൈനീട്ടി സ്വീകരിക്കുവാനും ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.